الحمد لله وحده والصلاة والسلام على من لا نبي بعده. عن أبي هريرة رضي الله عنه قال قال رسول الله صلى الله عليه وسلم انظروا إلى من أسفل منكم ولا تنظروا إلى من هو فوقكم فهو أجدر ألا تزدروا نعمة الله عليكم. رواه مسلم. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉൻദുറു ഇലാ മൻ അസ്ഫല മിൻകും, നിങ്ങളിൽ താഴെയുള്ളവരിലേക്ക് നിങ്ങൾ നോക്കുക. വലാ തൻദുറു ഇലാ മൻ ഹുവ ഫൗഖകും, നിങ്ങളെക്കാൾ മുകളിലുള്ളവരിലേക്ക് നിങ്ങൾ നോക്കരുത്. ഫഹുവ അജ്ദറു അല്ലാ തസ്ദറു നിഅമതല്ലാഹി അലൈക്കും, അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ മേലെ നൽകിയിട്ടുള്ള നിഅമത്തുകൾ നിങ്ങൾ വില കുറച്ച് കാണാതിരിക്കാൻ, അല്ലെങ്കിൽ അതിനെ ഒരു കുറവായി കാണാതിരിക്കാൻ ഏറ്റവും യോജിച്ചത്, ഉത്തമമായത്. ഇവിടെ മുകളിലോട്ടും താഴോട്ടും നോക്കരുത് എന്നുകൊണ്ടുള്ള ഉദ്ദേശം, നമ്മളെക്കാൾ അത് ശാരീരികമാവട്ടെ അല്ലെങ്കിൽ സാമ്പത്തികമാവട്ടെ അല്ലെങ്കിൽ ഏതെങ്കിലും നിലക്കാവട്ടെ, ദുനിയവിയായ നിലക്ക് നമ്മളെക്കാൾ മുകളിലുള്ളവരിലേക്ക് നാം നോക്കരുത് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, ഒരു മുസ്ലിം എന്നുള്ള നിലക്ക് അല്ലെങ്കിൽ മനുഷ്യൻ എന്നുള്ള നിലക്ക് തന്നെ നാം സൃഷ്ടിക്കപ്പെട്ടത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബാദത്ത് ചെയ്യാനാണ്. അതിനുള്ള സൗകര്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയിൽ ഒരുക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിക്കുന്ന അളവിൽ അല്ലാഹു തആല ഓരോ കാര്യങ്ങളെയും വീതിച്ചു കൊടുക്കുന്നുണ്ട് ഒരാളിനും. അപ്പൊ ഒരാൾ തനിക്ക് ലഭിച്ച കാര്യങ്ങൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുള്ള കാര്യങ്ങൾ, അതിനെ വില കുറച്ച് കാണാതിരിക്കാൻ, അതിനൊരു കുറവായിട്ട് കാണാതിരിക്കാൻ ഏറ്റവും ഉത്തമം തന്നേക്കാൾ താഴെയുള്ളവരിലേക്ക് നോക്കുക എന്നതാണ്. ഈ ഹദീസിന്റെ ചില റിവായത്തുകളിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കുറച്ചുകൂടി പറഞ്ഞത് കാണാം, ഒരാളുടെ ശരീരത്തിൽ സ്വന്തത്തിൽ എന്തെങ്കിലും ന്യൂനത ഒരാൾ കാണുകയാണെങ്കിൽ അവനേക്കാൾ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന, രോഗമാവട്ടെ വൈകല്യമാവട്ടെ, അവനേക്കാൾ കുറവുള്ള ആളുകൾ ഉണ്ടാവും, അവരിലേക്ക് നോക്കട്ടെ എന്ന് പറഞ്ഞത് കാണാം. ഇത് മനുഷ്യന്റെ മനസ്സിന് വളരെയധികം ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും സമാധാനം നൽകുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വലിയൊരു ഉപദേശമാണ്. ഇത് നമ്മൾ പ്രാവർത്തികമാക്കി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് മാറ്റം നമ്മുടെ കൽബിനുണ്ടാകും. ഉദാഹരണത്തിന് ചില അസൂയ, ഹസദ്, ഹഖദ്, പക പോലെയുള്ള ഒരുപാട് കൽബിന്റെ രോഗങ്ങളിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കും. കാരണം എപ്പോഴും മുകളിലോട്ട് നോക്കിയാൽ നമുക്ക് എപ്പോഴും കുറവായിരിക്കും. അതേസമയം നമ്മളെക്കാൾ താഴെയുള്ളവരെക്കാൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഒരുപാട് നിഅമത്തുകൾ നൽകിയിട്ടുമുണ്ടാകും. അപ്പൊ ആ നിഅമത്തുകളെ വില കുറച്ച് കാണാതിരിക്കാൻ ഏറ്റവും ഉത്തമം നമ്മേക്കാൾ താഴെയുള്ള ആളുകളിലേക്ക് മാത്രം നോക്കുക. ദുനിയാവിന്റെ വിഷയത്തിൽ നമ്മളെക്കാൾ ദാരിദ്ര്യം അനുഭവിക്കുന്ന ആളുകളുണ്ട്, നമ്മളെക്കാൾ കടബാധ്യതകളുള്ള ആളുകളുണ്ട്, നമ്മേക്കാൾ രോഗം അനുഭവിക്കുന്ന ആളുകളുണ്ട്, നമ്മേക്കാൾ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ആളുകളുണ്ട്, നമുക്കുള്ള സൗകര്യത്തെക്കാൾ കുറഞ്ഞ സൗകര്യമുള്ള ആളുകളുണ്ട്. അവരിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല തന്ന നിഅമത്തുകൾ നമുക്ക് ബോധ്യപ്പെടാനും കൂടുതൽ അല്ലാഹുവിന് ശുക്ർ ചെയ്യാനും നമുക്ക് എന്തെങ്കിലും കുറവുകൾ ഉണ്ടെങ്കിൽ അതിൽ സബർ കാണിക്കാനും എല്ലാം നമുക്ക് സാധിക്കും. അപ്പൊ ഈ ഒരു ഹദീസ് നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും നാം ചിന്തിക്കേണ്ട, ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ എനിക്ക് എന്തെങ്കിലും നഷ്ടം വന്നിട്ടുണ്ടല്ലോ, അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും രോഗം ബാധിച്ചല്ലോ, ഞാൻ ബുദ്ധിമുട്ടാണല്ലോ എന്ന് ആലോചിക്കുമ്പോൾ നമ്മൾ ഓർക്കേണ്ട ഒരു ഹദീസാണിത്. നമ്മുടെ താഴെയുള്ളവരിലൊക്കെ മുകളിലുള്ളവർക്ക് നോക്കരുത്. അതേപോലെ തന്നെ അള്ളാഹുവിന്റെ നിഅമത്തുകൾ, ആ നിഅമത്തുകൾ നമ്മൾ എണ്ണി തിട്ടപ്പെടുത്തി അവസാനിക്കൂല. നമുക്ക് ആരോഗ്യം, നമുക്ക് ഓരോ അവയവങ്ങളുടെ നിഅമത്തുകളും വളരെ വലുതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും വലിയ നിഅമത്ത് എന്താണ്? എന്ത് സംഭവിച്ചാലും നമുക്ക് അല്ലാഹു തആല ഹിദായത്തും ഇസ്ലാമും തൗഹീദും നൽകിയിട്ടുണ്ട്. ബാക്കിയുള്ള ഒരുപാട് ആളുകൾക്ക് അത് ലഭിച്ചിട്ടുണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് അള്ളാഹുവിന്റെ നിഅമത്തുകളെ കുറിച്ച് നാം എപ്പോഴും ഓർക്കുക. അതുപോലെ ഈ ഒരു ഹദീസ് നമ്മുടെ മനസ്സിൽ ഏത് സന്ദർഭത്തിലും ഉണ്ടാകണം. അവൻ അനുഭവിക്കുന്ന സമാധാനം വളരെ വലുതായിരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതുപോലെയുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപദേശങ്ങൾ ജീവിതത്തിൽ പകർത്താനും അതിന്റെ സമറത്ത് നമ്മൾക്ക് ആസ്വദിക്കാനുള്ള തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.